നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം മങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമോ? ലോകം മങ്ങിപ്പോകുന്നത് വരെ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കണ്ണിൻ്റെ ആരോഗ്യത്തിനായി ഒരു മാറ്റത്തിൻ്റെ ചുവട് വയ്ക്കാം. ജീവിതം കാഴ്ചയോടുകൂടി ആസ്വദിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമായി അറിയുക എന്നുള്ളതാണ്. അതിന് നേത്ര പരിശോധന ആവശ്യമാണ്. അതോടൊപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് കണ്ണട വെച്ചുകൊണ്ടുള്ള ചികിത്സ നമ്മുടെ വളരെയധികം നല്ലതാണ്. അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നതിന് സ്കൂളിൽ ചേർക്കുന്നതിന് മുന്നേ തന്നെ കുട്ടികളെ കണ്ണ് പരിശോധിക്കുന്നതിനും അതിന് പല രീതിയിലുള്ള റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, എസ്റ്റിഗ്മാറ്റിസം, ഇത് മൂന്നും ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വക്രദൃഷ്ടി, ഇതാണ് ഇതിന് പറയുന്നത്. ഈ കേടുകളെല്ലാം തന്നെ കണ്ണട വെച്ചാൽ അത് ഒരു പരിധിവരെ നമുക്ക് കാഴ്ച നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ വലുതാവുമ്പോൾ അതിനെ ലേസർ ചികിത്സ ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാനും പറ്റുന്നൊരവസ്ഥയാണ്. മറ്റൊരു കാര്യം കണ്ണിന് പറ്റാവുന്ന ക്ഷതങ്ങളാണ്. ക്ഷതങ്ങൾ ഏത് രീതിയിൽ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാം, അത് ഉണ്ടാകാണ്ടിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുന്നതല്ലാണ്. അത് ഓരോരുത്തർ ചെയ്യുന്ന ജോലി അനുസരിച്ചിട്ട് ഇതിനെ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ ഒരു വെൽഡിങ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് പരിക്കുകൾ പറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അത് ചെയ്യേണ്ട സമയത്ത് കണ്ണ് മറച്ചു പിടിച്ച് ചെയ്യുന്ന ആ ഒരു ഉപകരണം ഉപയോഗപ്പെടുത്തണം, പ്രയോജനപ്പെടുത്തണം. അതില്ലാണ്ട് തിരക്ക് പിടിച്ച് ജോലി ചെയ്താൽ ചിലപ്പോൾ ശാശ്വതമായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു ജോലി എടുക്കുന്ന വീട്ടമ്മ, അവരെ സംബന്ധിച്ചിടത്തോളം പല തീയിൻ്റെ അടുത്തും പുകയിൻ്റെ അടുത്തും എല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷണം എപ്പോഴും കണ്ണിനെ പറ്റിയിട്ടുള്ള വ്യക്തമായ ഒരു ധാരണ, ഒരു തോന്നൽ, ഇങ്ങനെ കണ്ണിന് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി തോന്നുന്നതും അത് വേണ്ട, പെട്ടെന്ന് തന്നെ അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ കണ്ണിനുണ്ടാകുന്ന വിവിധതരം രോഗങ്ങൾ, ഈ രോഗങ്ങളെ പറ്റിയിട്ടുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുകയും അത് നേരത്തെ തന്നെ രോഗങ്ങളാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് ആ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻഗണന എപ്പോഴും കൊടുക്കണം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്, ഇന്നത്തെ യുവജനങ്ങളും അത് വിദ്യാർത്ഥികളും എല്ലാം വളരെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും. ഈ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ദീർഘനേരം നോക്കിയിരിക്കുന്ന കുട്ടികൾക്ക് കണ്ണിൽ നിന്നുള്ള വെള്ളം നഷ്ടപ്പെടുകയും കണ്ണ് ഡ്രൈ ആവുകയും ചെയ്യുക. അപ്പോൾ അവരുടെ കാഴ്ച അതോടനുബന്ധിച്ച് കണ്ണിൻ്റെ കൃഷ്ണമണിയെ ബാധിക്കുകയും അതിനോടനുബന്ധിച്ച് പിന്നീട് കാഴ്ചയ്ക്ക് പോരായ്മ വരികയും തലവേദന ഉണ്ടാകുകയും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ നോക്കാണ്ടിരിക്കുകയും അതുപോലെ കമ്പ്യൂട്ടറിൽ നോക്കാണ്ടിരിക്കുക എന്ന് പറയുന്ന പ്രായോഗികമായിട്ടുള്ള ഒരു നിലപാടല്ല. അതിനെ പരിഹാരമായി ചെയ്യേണ്ടത് ഒരു അരമണിക്കൂറോളം കമ്പ്യൂട്ടറിൽ നോക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് കണ്ണ് അടച്ചിരുന്ന് കണ്ണിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. മറ്റൊരു കാര്യം, നമുക്ക് യാത്രാവേളകളിൽ ബസ്സിലോ കാറിലോ അല്ലെങ്കിൽ ട്രെയിനിലോ പോകുന്ന ഒരവസരങ്ങളിൽ കണ്ണിന് പരിക്ക് പറ്റാൻ പെട്ടെന്നുള്ള വെലോസിറ്റി കൂടിയ സാധനങ്ങൾ ഏതെങ്കിലും കണ്ണിൽ വന്ന് കയറുകയും കണ്ണിൻ്റെ കൃഷ്ണമണിക്കടക്കം പരിക്ക് പറ്റാനുള്ള സാധ്യതകളുണ്ട്. അതും നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കണ്ണട വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കണ്ണട തന്നെ സ്ഥിരമായി വയ്ക്കുകയോ ഒക്കെ ചെയ്ത് കണ്ണിന് സംരക്ഷിക്കണം. നേത്ര സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം
നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ ആരാണ് നോക്കുക? നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണുകളെ സംരക്ഷിക്കുക. കണ്ണ് നമ്മുടെ മുഖത്തുണ്ടെന്നും ആ കണ്ണുകൊണ്ടാണ് നമ്മളെ ഈ വസ്തു ഈ ലോകത്തെ മുഴുവനും കാണുന്നത് എന്നുമുള്ള ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതിൻ്റെ പൂർണ്ണമായ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തം മറ്റാർക്കുമല്ല, അത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ അത് കണ്ടുപിടിക്കാനും പറ്റുകയുള്ളൂ. അതുകൊണ്ട് അത് നേരത്തെ കണ്ടുപിടിച്ച് ആവശ്യത്തിനുള്ള ചികിത്സയും പ്രതിരോധ മാർഗങ്ങളും ചെയ്താൽ നമുക്ക് കാഴ്ച നിലനിർത്താൻ പറ്റും. നമ്മുടെ സമൂഹം ഒന്നായിട്ട് അതുകൊണ്ട് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും.